ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജനങ്ങളെ വലച്ച ഡ്രൈനേജിന് പുതുരൂപം നൽകുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ദുർഗന്ധം വമിച്ചും മാലിന്യം നിറഞ്ഞും ജനങ്ങൾക്ക് വെല്ലുവിളിയായിരുന്ന ഡ്രൈനേജിലെ മലിനജലം ഉപയോഗപ്രദമാക്കാമെന്ന് തെളിയിച്ചത് 5 അംഗ സംഘമാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവരുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. മാനസിക ചികിത്സയും പ്രതീക്ഷകളും വെല്ലുവിളികളും സെമിനാർ കോഴിക്കോട്ട്. അഴുക്കുവെള്ളത്തിന് ശാശ്വത പരിഹാരവുമായി സ്കൂൾ കുട്ടികൾ. മലിനജലം വീണ്ടും ഉപയോഗപ്പെടുത്താൻ പദ്ധതിയുമായി 5 അംഗ സംഘം. ലോട്ടറി വിറ്റുവരവിന്റെ 50% തുക സമ്മാനമായി നൽകണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. മാനസികാരോഗ്യം, ചികിത്സ, പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസികാരോഗ്യ ചികിത്സ, പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചത്. കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന രംഗവും ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു സെമിനാറിന്റെ തുടക്കം. കോഴിക്കോട് IMA ഹാളിൽ നടന്ന പരിപാടി മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനഃശാസ്ത്രപരമായ സമീപനമാണ് പ്രശ്നം. എത്ര സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കിവിടെ ഒരു മാനസിക രോഗാശുപത്രി ആശുപത്രിയാണ്. ആശുപത്രി വലിയ തോതിൽ വികസിപ്പിക്കാൻ പോവുകയാണ്. ഈ മാനസിക വശം കണ്ടുകൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ, മറ്റ് ജീവനക്കാർ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന സേവനം വിലമതിക്കാൻ കഴിയുന്നതാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ ചിത്രരചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. എ. പ്രദീപ് കുമാർ MLA പരിപാടിയുടെ അധ്യക്ഷനായി. സബ് കളക്ടർ കെ. ഗോപാലകൃഷ്ണൻ IAS, ഡോക്ടർ RL സരിത, ഡോക്ടർ PN അജിത, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. 5 സെഷനുകളിലായി നടന്ന സെമിനാറിൽ മേഖലയിലെ വിദഗ്ധർ സംസാരിച്ചു. മാനസികാരോഗ്യ ചികിത്സ, ഇന്നലെ, ഇന്ന്, നാളെ, സാമൂഹിക പുനരധിവാസത്തിന്റെ പ്രസക്തി, മാനസികാരോഗ്യ രംഗത്തെ നിയമപരിരക്ഷകൾ, കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം പരിവർത്തനത്തിന്റെ നാൾവഴികളിലൂടെ, കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം വികസനം, മാസ്റ്റർ പ്ലാൻ എന്ത്, എങ്ങനെ തുടങ്ങിയ വിഷയങ്ങളാണ് സെമിനാർ ചർച്ച ചെയ്തത്. ഏനപ്പോയ മെഡിക്കൽ കോളേജ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ VV മോഹനൻ ചന്ദ്രൻ, ഡോക്ടർ ബിനോ തോമസ്, സബ് ജഡ്ജ് RL ബൈജു, മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ N രാജേന്ദ്രൻ, ഡോക്ടർ KK ശിവദാസൻ തുടങ്ങിയവർ പ്രസ്തുത വിഷയത്തിൽ സംസാരിച്ചു. തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാലപ്പുറം ഡ്രൈനേജ് കൊണ്ടുള്ള ദുരിതങ്ങൾക്ക് അറുതിയാവുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. മലിനജലം ഉപയോഗപ്രദമാക്കാനുള്ള പദ്ധതിയിലൂടെ വിജയം കണ്ട ചാലപ്പുറം ഗണപത് സ്കൂളിലെ 5 അംഗ സംഘത്തെ പരിചയപ്പെടാം. ചാലപ്പുറത്തെ ഡ്രൈനേജ് മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് ആശ്വാസം പകരുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ദുർഗന്ധം കാരണം ദുരിതത്തിലായ ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് മാലിന്യത്തിന് അറുതി വരുത്താൻ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സ്വന്തമായൊരു പദ്ധതി തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഫിറ്റോ റെമിഡേഷൻ, അതായത് രാമച്ചം, തോട്ടവാഴ എന്നീ ചെടികൾ ഉപയോഗിച്ച് മാലിന്യജലം ഫിൽട്ടർ ചെയ്ത് ബാക്ടീരിയകളെ വലിച്ചെടുപ്പിക്കുന്ന നൂതന രീതി. ഇതുവഴി മലിനജലം കുടിവെള്ളയോഗ്യമല്ലാത്ത എന്തു കാര്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.
സ്കൂളിലും എല്ലാ ആ പരിസര ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും ഇതിനെക്കുറിച്ച് തന്നെയാണ് കംപ്ലൈന്റ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ സോഴ്സിൽ നിന്ന് തന്നെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നത്. പല പ്ലാന്റ്സിന്റെയും റൂട്ട് സിസ്റ്റം ഈ ഹാർഡ് മെറ്റൽസ് പോലും ഈ കോളി എന്നുള്ള ബാക്ടീരിയാസിനെല്ലാം അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്സ് ആണ് വെറ്റിവർ കാന, അതായത് രാമച്ചം തോട്ടവാഴ. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇവിടെയുള്ള വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കാം, അതാണ് നമ്മുടെ ഈ പ്രോജക്റ്റ്. ചാലപ്പുറം ഡ്രെയിനേജ് വിഷയത്തിൽ പദ്ധതി രേഖ തന്നെ വിദ്യാർത്ഥികൾ തയ്യാറാക്കി ദേശീയ സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിച്ചു. 3 മാസത്തെ സർവേകൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുത്തത്. മലിനജലം ആദ്യം ഒരു ടാങ്കിൽ ശേഖരിക്കുന്നു. പിന്നീടുള്ള ടാങ്കിൽ ചരൽ, മണൽ എന്നിങ്ങനെ തരംതിരിച്ച് ഇതിൽ വെള്ളം നിറയ്ക്കുന്നു. തുടർന്ന് മേൽഭാഗത്ത് തോട്ടവാഴ, രാമച്ചം എന്നിവ വളർത്തുന്നു. ഇത് ബാക്ടീരിയകളെ വലിച്ചെടുത്ത് ജലം ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഡ്രൈനേജിനെ പ്രയോജനപ്പെടുത്താനാണ് ഈ 5 അംഗ സംഘത്തിന്റെ പരിശ്രമം. സ്കൂൾ വിദ്യാർത്ഥികളായ ഷഹദ, ഷെൽഹ, ലുലു മർജാൻ, ഫാത്തിമ നൌറിൻ, ശ്രദ്ധ മറിയം തുടങ്ങിയവർക്കൊപ്പം അധ്യാപിക ശ്രീജയും PTA അംഗം ദയാനന്ദനും പൂർണ്ണ പിന്തുണയുമായുണ്ട്. പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾ മേയറുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ചാലപ്പുറത്തെ ദുരിതം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർത്താസംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാവിയിൽ ചാലപ്പുറത്തുകാരുടെ ദുരിതം മാറ്റാൻ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോട്ടറി സമ്മാന ഘടനയിൽ സമഗ്രമായ അഴിച്ചുപണി നടത്തണമെന്ന് ഓൾ കേരള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC. ലോട്ടറി വിറ്റുവരവിന്റെ 50% തുക സമ്മാനമായി നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത ഭാഗ്യനിധിയിൽ മാറ്റം വന്നെങ്കിലും അത് ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നതല്ല. സമ്മാനങ്ങളുടെ എണ്ണം കുറച്ച് ആകെ തുകയിലും കുറവ് വരുത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പറഞ്ഞു. നവംബർ 11, 12 തീയതികളിൽ അങ്കമാലിയിൽ നടക്കാൻ പോകുന്ന ലോട്ടറി തൊഴിലാളി കോൺഗ്രസ് 5ാം സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 11, 12 തീയതികളിൽ അങ്കമാലിയിൽ വെച്ച് നടക്കുകയാണ്. 11-ാം തീയതി 3 മണിക്ക് അങ്കമാലി CSA ഹാളിൽ ചേരുന്ന പൊതുസമ്മേളനം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അന്യസംസ്ഥാന ലോട്ടറിയെ തടയുക, ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ലോട്ടറി കച്ചവടക്കാർക്ക് ഭവനദാന പദ്ധതി തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പന്നിയങ്കര മേൽപ്പാലം ഗതാഗത യോഗ്യമായി. 2.5 കൊല്ലം കൊണ്ട് പണി പൂർത്തിയായ പാലത്തിന്റെ ഉദ്ഘാടനം ജനുവരി 1 മുഖ്യമന്ത്രി നിർവഹിക്കും. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പന്നിയങ്കര മേൽപ്പാലം വഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങി. 2.5 കൊല്ലം കൊണ്ട് പണി പൂർത്തിയായ പാലത്തിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാണ് തീരുമാനം. ഇതിനു മുൻപ് തന്നെ പാലത്തിന്റെ വശങ്ങളിലൂടെയുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി അടയ്ക്കുന്നതിനാലാണ് പാലം തുറക്കാൻ തീരുമാനമായത്. ജനുവരി 1 മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യും. സർവീസ് റോഡ് പണി ഡിസംബറിൽ തന്നെ തീരുമെന്നാണ് കരുതുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T ആകൃതിയിലുള്ള നഗരത്തിലെ ആദ്യ മേൽപ്പാലമാണ് പന്നിയങ്കരയിൽ ഉദ്ഘാടനത്തിനൊരുക്കുന്നത്. പയ്യാനക്കൽ ഭാഗത്തുനിന്നും കണ്ണൂർ, തൃശൂർ ഭാഗങ്ങളിൽ നിന്നും പന്നിയങ്കര മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കാവുന്ന വിധമാണ് നിർമ്മാണം. നേരത്തെ L ആകൃതിയിൽ നിശ്ചയിച്ചിരുന്ന പാലം DMRC ഏറ്റെടുത്തപ്പോൾ ആകൃതി മാറ്റുകയായിരുന്നു. മോണോറെയിൽ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിയ പാലം പണിയുടെ നിർമ്മാണ ചുമതല ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ തലത്തിലെ തൊഴിൽ മാത്രമല്ല ആശ്രയിക്കേണ്ടതെന്നും നിലവിലുള്ള ഒഴിവുകൾ നികത്തുകയാണ് എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ജോബ് ഫെസ്റ്റുകൾ നടത്തുന്നതെന്നും മന്ത്രി TP രാമകൃഷ്ണൻ. ലക്ഷ്യ 2016 മെഗാ ജോബ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ കമ്പനികളിൽ തൊഴിലന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യമാക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷ്യ 2016 മെഗാ ജോബ് ഫെസ്റ്റ് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്നു. ഓട്ടോമൊബൈൽ, IT, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, മാനുഫാക്ചറിംഗ്, ഫിനാൻസ്, FMCG, FMCD, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, HR എന്നീ മേഖലകളിൽ നിന്നായിട്ടുള്ള പ്രമുഖ സ്വകാര്യ കമ്പനികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. കോളേജിൽ നടന്ന ചടങ്ങിൽ തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ തലത്തിലെ തൊഴിൽ മാത്രമല്ല ആശ്രയിക്കേണ്ടതെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി LDF ഗവൺമെന്റിന്റെ വാഗ്ദാനം പോലെ തന്നെ ഒഴിവുകൾ നികത്തുകയാണ് നിലവിൽ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച പ്രശ്നങ്ങളിലൊന്ന് ഒഴിവുള്ള തസ്തികകൾ നികത്തുന്നതിലാണ്. പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു പാവപ്പെട്ടവർക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിതരണ കേന്ദ്രങ്ങളിൽ
അരി ഉൾപ്പെടെ 13 ഇനം സാധനങ്ങൾ വില വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. ചടങ്ങിൽ എംപ്ലോയ്മെന്റ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മോഹൻ ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ VS, KL ഏജന്റ്സ്, PN സുരേഷ് ബാബു, രാജീവൻ P, അലമേലു വെങ്കടേഷ്, സുഭാഷ് രവി, രജീഷ് MS, മോഹനദാസ് PK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ സ്കിൽ ഗ്യാപ്പ് വിവിധ അഭിരുചി പരീക്ഷകളിലൂടെയും സൈക്കോമെട്രിക് ടെസ്റ്റുകളിലൂടെയും വിവിധ പരിശീലന ക്ലാസുകളിലൂടെയും അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുകയും തൊഴിൽദാതാക്കളുമായി സഹകരിച്ചും ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചും തൊഴിൽ നേടിക്കൊടുക്കുകയാണ് ഇത്തരം പദ്ധതികളുടെ ലക്ഷ്യം. ഇപ്രകാരം കേരളത്തിലെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുകയാണ് സർക്കാർ ഉദ്ദേശം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ഭോപ്പാലിലും മലപ്പുറത്തുമുണ്ടായത് സംഘപരിവാർ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന സംഭവങ്ങളാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ഇതിനെതിരെ കേരളത്തിലെ മതേതര പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭോപ്പാലിലെ 8 വിചാരണ തടവുകാരെ തടവ് ചാടിയെന്ന കഥമനഞ്ഞ് കൂട്ടക്കൊല നടത്തിയതും മലപ്പുറം കളക്ടറേറ്റിൽ അജ്ഞാതർ നടത്തിയ സ്ഫോടനവും സംഘപരിവാർ താൽപര്യങ്ങൾക്ക് വഴിയൊരുക്കാനാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവിശ്വസനീയമായ കഥകൾ സൃഷ്ടിച്ച് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും വിധം മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ഇസ്രത്ത് ജഹാനെയും പ്രാണേഷ് കുമാറിനെയും അടക്കമുള്ളവരെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത് ബട്ട്ല ഹൌസ് കൊലപാതകം തുടങ്ങി 100 ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടാനാകുമെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേയൊരു കൂട്ടർ സംഘപരിവാറാണ്. ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ കേരളത്തിലെ അന്വേഷണ ഏജൻസികളെ കൊണ്ടുതന്നെ മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനവും അന്വേഷിപ്പിക്കണമെന്ന് സംസ്ഥാന ഭാരവാഹികളായ ഹമീദ് വാണിയമ്പലം, PC ഭാസ്കരൻ, PK അബ്ദുറഹിമാൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കിണാശ്ശേരി ഒലിവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥികളുടെ കലോത്സവം സ്കൂൾ അങ്കണത്തിൽ നടന്നു. AMO അനീഷ് P പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിണാശ്ശേരി ഒലിവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. സുപ്രിയ രാജേഷ് KGയുടെ അധ്യക്ഷതയിൽ AMO അനീഷ് P ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾ എങ്ങനെയാണോ ഈ സമയത്ത് കുട്ടികളുടെ അടുത്ത് നമ്മൾ കെയർ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും അവരുടെ ഭാവി. നമ്മളൊരു കുട്ടി, നമ്മളുടെ മകനായാലും മകളായാലും അവരൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രശംസിക്കാൻ നമ്മൾ ആരും മടി കാണിക്കരുത്. നല്ല കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കണം. അത് കുട്ടിയിൽ നല്ലൊരു മോട്ടിവേഷൻ, അതായത് നല്ലൊരു എയിം കുട്ടിയിൽ ഉണ്ടാക്കും. നാസി മൂപ്പൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി. ഹജ്ര സമദ്, ഹെഡ് മിസ്ട്രസ് ആലിസ് ജോർജ്, തഫ്സീന, രേഷ്മ, അഷ്റഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കലോത്സവത്തിൽ കുട്ടികളുടെ ആക്ഷൻ സോങ്, കഥ പറയൽ മത്സരം, പ്രച്ഛന്നവേഷം തുടങ്ങിയവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
CTDS മഞ്ചേരിയുടെ രണ്ടാമത് പുസ്തകം എ ഹാൻഡ് ബുക്ക് ഫോർ DRT സ്റ്റുഡൻസിന്റെ പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ലളിതപ്രഭയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സമാന്തര മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തുന്ന സ്ഥാപനമാണ് കൌൺസിൽ ഫോർ ടെക്നിക്കൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂയിങ് അക്കാഡമിക് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് സ്റ്റഡീസ് CTDS. വിവിധ വിഭാഗങ്ങളിലായി നിരവധി കോഴ്സുകൾ ഈ സ്ഥാപനം നടത്തിവരുന്നു. ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള പുസ്തകമാണ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. എ ഹാൻഡ് ബുക്ക് ഫോർ DRT സ്റ്റുഡൻസ് എന്ന പുസ്തകം ഡെപ്യൂട്ടി മേയർ മീര ദർശക് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ലളിതപ്രഭയ്ക്ക് കൈമാറി. സി പ്രേമചന്ദ്രനാണ് ഗ്രന്ഥകർത്താവ്. ചടങ്ങിൽ ചെയർമാൻ MP സുധീർ ബാബു, ഡയറക്ടർ CT ഹാരിസ്, K നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു. തളി ശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി പൂജയും ശ്രീ മുരുക ഹോമവും നടന്നു. ക്ഷേത്ര പുരോഹിതൻ ബാലസുബ്രഹ്മണ്യ ശർമ്മ പൂജയ്ക്ക് നേതൃത്വം നൽകി. സദ്സന്താനലബ്ധിക്കും ക്ഷേമത്തിനും കാര്യസാധ്യത്തിനും ആരോഗ്യാദിക്ഷേമത്തിനുമായി സ്കന്ദഷഷ്ഠി പൂജയും മുരുകഹോമവും നടത്തി. തളി ശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത്. ക്ഷേത്ര പുരോഹിതൻ ബാലസുബ്രഹ്മണ്യ ശർമ്മയാണ് പൂജയ്ക്ക് നേതൃത്വം നൽകിയത്. സ്കന്ദഷഷ്ഠി ദിനത്തിൽ മാത്രം നടത്തുന്ന പൂജയാണ് സ്കന്ദഷഷ്ഠി പൂജ. മുരുകഹോമം എന്നാൽ കർമ്മഫലം മൂലമുണ്ടാവുന്ന ഗ്രഹദോഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദോഷങ്ങൾക്കും വിവാഹമാന്യം നേരിടുന്ന യുവതി യുവാക്കൾക്കും അർപ്പിക്കാവുന്നതുമായ ഹോമമാണ് മുരുകഹോമം. നിരവധി ഭക്തജനങ്ങളാണ് സ്കന്ദഷഷ്ഠി പൂജയിലും മുരുകഹോമത്തിലും പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതിരൂക്ഷമായ ചൂടിലും വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും സസ്യസംരക്ഷണം സാധ്യമാക്കുന്ന ഒരു ജീവൻ ഔഷധമാണ് മിനി ഫാർമയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് ഗവൺമെന്റ് ഹോമിയോ കോളേജ് മുൻ പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഡോക്ടർ M അബ്ദുൽ ലത്തീഫ്. ഹോമിയോ അഗ്രോ കെയറിലൂടെ സസ്യങ്ങൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വേനൽക്കാലത്തും അതിരൂക്ഷമായ ചൂടിലും സസ്യങ്ങളെ സംരക്ഷിക്കാനുള്ള ശേഷി മിനി ഫാർമ ഉൽപ്പാദിപ്പിക്കുന്ന ഹോമിയോ അഗ്രോ കെയറിനുണ്ട്. മഴ ഇല്ലാതിരുന്ന 3 മാസം വയനാട് ജില്ലയിലെ വാഴകൃഷിയിൽ ഇത് പ്രയോഗിച്ചതിലൂടെ വാഴകൾക്കും ഇത് ജീവന ഔഷധമാണെന്ന് തെളിഞ്ഞു. കമുകിന്റെ മഞ്ഞളിപ്പ് രോഗത്തിനും പുൽത്തകടികൾക്ക് പച്ചപ്പ് നൽകാനും യോജിച്ച മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. സസ്യങ്ങളെ ചൂടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പോളി അമീനുകൾ ഈ ഔഷധത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുമെന്നും അതുകൊണ്ടാണ് വെള്ളമില്ലാതെയും ഈ മരുന്ന് പ്രയോഗത്തിലൂടെ ചെടികളുടെ പച്ചപ്പ് നിലനിർത്താൻ സാധിക്കുന്നതെന്നും ഔഷധം വികസിപ്പിച്ച ഡോക്ടർ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു. നാമ്പ് വന്ന വാഴയ്ക്ക് ഈ ഹോമിയോ മരുന്ന്, അതായത് അതിൻ്റെ ഒരു മിശ്രിതം, ഹോമിയോ അഗ്രോ കെയർ എന്നതിന് പേരിട്ടിരിക്കുന്നത്, ഒരു 10-20 മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ മരുന്ന് ഏതാണ്ട് 250 മില്ലി മുതൽ 350 മില്ലി വരെ ഓരോ വാഴയ്ക്കും മാസത്തിലൊരിക്കൽ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വാഴയിൽ കുലയുണ്ടാക്കിയത്. 1 അടി വരെ ഉയരമുള്ള ചെടികൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന തോതിലും അതിന് മുകളിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിലുമാണ് ഔഷധ പ്രയോഗം നടത്തേണ്ടത്. വെള്ളമില്ലെങ്കിൽ ഉൽപാദനം കുറയുന്നതായി തെളിവുകൾ ഉള്ളപ്പോഴും ഹോമിയോ കെയർ നൽകുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നതായും അദ്ദേഹം വിശദീകരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less.
വാർത്തകൾ തുടരുന്നു. 13.5 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ ദൂരം താണ്ടുന്ന എൻഡ്യൂറേസ് റൈഡിന് ഞായറാഴ്ച തുടക്കമാകും. കാലിക്കറ്റ് പെഡലേഴ്സ് എന്ന സൈക്ലിംഗ് ക്ലബ്ബാണ് റൈഡിന് നേതൃത്വം നൽകുന്നത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് ബ്രിവേ ഫ്ളാഗ് ഓഫ് ചെയ്യും. ദൂരങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാലിക്കറ്റ് പെഡലേഴ്സ് എന്ന സൈക്ലിംഗ് ക്ലബ്ബ്. സ്പോർട്സ് എന്ന വികാരത്തെ നെഞ്ചിലേറ്റിയ ഈ ക്ലബ്ബിലെ അംഗങ്ങൾ ഇനി ദൂരങ്ങൾ താണ്ടുന്നത് ബ്രിവേക്ക് വേണ്ടിയാണ്. ഫ്രാൻസിലെ ഒഡാക്സ് ക്ലബ്ബ് പരസീലിയ ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫ്രാൻസിലെ ക്ലബിന്റെ അഫിലിയേഷനോടുകൂടിയ കേരളത്തിലെ ക്ലബ്ബുകളിൽ ഒന്നായ കാലിക്കറ്റ് പെഡലേഴ്സിന് ഇത് അഭിമാന നിമിഷമാണ്. 13.5 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ ദൂരം താണ്ടുന്ന എൻഡ്യൂറൻസ് റൈഡിനാണ് കാലിക്കറ്റ് പെഡലേഴ്സ് നേതൃത്വം നൽകുന്നത്. ഇതില് സാഹസികതയൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു എൻഡ്യൂറൻസ് റൈഡാണ്. ഈ റൈഡിൽ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ചവിട്ടുക. സൈക്കിള് ചവിട്ടി പരിചയമുള്ള ആളുകൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 18 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്തായാലും ഈ 200 കിലോമീറ്റർ സുഖമായിട്ട് ചവിട്ടി അവസാനിപ്പിക്കാൻ പറ്റും. 13.5 മണിക്കൂർ. അതിലിപ്പോൾ 5 മണിക്കൂറിനെ കൊണ്ടും 6 മണിക്കൂറിനെ കൊണ്ടും 200 കിലോമീറ്റർ കവർ ചെയ്യുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ റൈഡേഴ്സ് ഉണ്ട്. കാലിക്കറ്റ് പെഡലേഴ്സിൽ കഴിഞ്ഞ സൈക്ലിംഗ് ഇയറിൽ, അതായത് നവംബർ ടു ഒക്ടോബർ വരുന്ന കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ നടന്ന സൈക്ലിംഗ് ഇയറിൽ സൂപ്പർ റെന്റിന്യൂർ എന്ന് പറയുന്ന പദവി കിട്ടിയിട്ടുള്ള SR എന്ന് പദവി കിട്ടിയിട്ടുള്ള 4 പേര് കാലിക്കറ്റ് പെഡലേഴ്സിലുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് എൻഡ്യൂറൻസ് റൈഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് റൈഡിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും തുടങ്ങുന്ന റൈഡ് കണ്ണൂർ പയ്യാമ്പലത്ത് വരെ നീളും. തിരിച്ച് മെഡിക്കൽ കോളേജ് എത്തിച്ചേരുന്നവരിൽ മികച്ചയാൾക്ക് അവാർഡുകളും ഏർപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പസ്കി എന്ന റിൻസിയുടെ ചിതൽ പ്രകാശനം ചെയ്തു. ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ ഷാഹിന ബഷീർ യുവ എഴുത്തുകാരി ലിജിഷയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. പരിപാടിയിൽ പസ്കി രചിച്ച കുളം താണ്ടി കടലു കടന്ന് എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു. പസ്കി എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന നവാഗത എഴുത്തുകാരി റിൻസിയുടെ ചിതൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് നടന്നു. ടൌൺഹാളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ പ്രകാശന കർമ്മം നിർവഹിച്ചു. യുവ എഴുത്തുകാരി ലിജിഷ AT പുസ്തകം ഏറ്റുവാങ്ങി. ആദ്യത്തെ എഴുത്തായതുകൊണ്ടും മലയാള ഭാഷയോടുള്ള അപരിചിതത്വം കൊണ്ടും ആദ്യത്തെ പുസ്തകത്തിൽ വരേണ്ട എല്ലാ മിസ്റ്റേക്കുകളും പരമാവധി ആ പുസ്തകത്തിൽ ഞാൻ അറിയാതെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചു തരിക. അടുത്ത പ്രാവശ്യം മുതൽ തീർച്ചയായിട്ടും ഞാൻ മലയാളത്തെ അറിഞ്ഞെഴുതാൻ കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ M. ശാലിന അധ്യക്ഷം വഹിച്ചു. മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് റഫി പുസ്തകം പരിചയപ്പെടുത്തി. ഗിരീഷ് കാക്കൂർ, പസ്കി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുളം താണ്ടി കടല് കടന്ന് എന്ന പേരിൽ പസ്കി രചിച്ച നാടകത്തിന്റെ അവതരണവും നടത്തി. ഒരു വലിയ മല, നിറച്ചും മരങ്ങളും കാടുള്ള മല, ഇടയ്ക്ക് കാട്ടാന് വരെ ഇറങ്ങി വരും. അന്നപ്പോ നമ്മളെല്ലാരും തകരങ്ങൾ കുട്ടി ഒച്ച ഉണ്ടാക്കി എന്നെ പായിപ്പിക്കും. മതത്തിന്റെയും ആചാരങ്ങളുടെയും കെട്ടുപാടിൽ സ്വന്തം സ്വപ്നങ്ങൾ ഹോമിക്കേണ്ടി വരുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള രചനകളാണ് ചിതൽ എന്ന ചെറുകഥാ സമാഹാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നവംബർ 6 നടത്തുന്ന മാനവ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി SSF ഭാരവാഹികൾ പറഞ്ഞു. മാപ്പിള മലബാറിന്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകത്തിലാണ് സംഗമം നടക്കുന്നത്. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയും സമാപന സമ്മേളനം മന്ത്രി KT ജലീലും ഉദ്ഘാടനം ചെയ്യും. സൌഹൃദത്തിന്റെ പിന്മുറയിൽ മതവും നിലപാടുകളും സംഘർഷത്തിനുള്ള കാരണങ്ങളായി മാറുന്ന കാലത്ത് സൌഹൃദത്തിന്റെ സാമൂതിരിക്കാലം ചർച്ച ചെയ്യുക വഴി മതസൌഹാർദ്ദവും ഐക്യവും തിരിച്ചുപിടിക്കുകയും രാഷ്ട്ര പുരോഗതി ത്വരിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് SSF മാനവ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സംഗമം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന കലാനിശയിൽ ബുർദ, മാപ്പിളപ്പാട്ട്, ഖവാലി തുടങ്ങിയ പരിപാടികൾ അരങ്ങേറുമെന്നും SSF ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഉബൈദുള്ള, സെക്രട്ടറി റിയാസ് TK തുടങ്ങിയവർ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ മാനവ സംഗമങ്ങൾ നടക്കുന്നുണ്ട്. മലപ്പുറത്ത് മമ്പുറന്തങ്ങളും കോന്തുനായരും എന്ന പ്രമേയവും, കണ്ണൂർ ജില്ലയിൽ മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസ്ലിയാരും മാപ്പിള മലബാറിന്റെ തന്നെ സാമൂതിരി ഓർമ്മകൾ എന്ന ഒരു പ്രമേയം ഇവിടെ തെരഞ്ഞെടുത്തത്.
കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിത്യച്ചെലവിന് പോലും വകയില്ലാതെ നാശത്തിന്റെ വക്കിലാണ് ഇന്നുള്ളതെന്ന് ആചാര്യ എം.ആർ. രാജേഷ്. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന ആചാര്യന്റെ ജന്മദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആചാര്യ എം.ആർ. രാജേഷിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വേദഘോഷം, യജ്ഞം, ആചാര്യ സ്വീകരണം എന്നിവയും നടന്നു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.എസ്. ശ്രീധരൻപിള്ള, കോർപ്പറേഷൻ കൌൺസിലർ പി.എം. നിയാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിത്യചെലവിന് പോലും വകയില്ലാതെ നാശത്തിന്റെ വക്കിലാണ് ഇന്നുള്ളതെന്ന് ആചാര്യ എം.ആർ. രാജേഷ് പറഞ്ഞു. പല ആരാധനാലയങ്ങളുടെയും മുമ്പിൽ കൂടി നടന്നു പോവാം. ആ ആരാധനാലയങ്ങളിലൊക്കെ അവ മതവുമായി ബന്ധപ്പെട്ടവരുടെ സമൃദ്ധി അതിന്റെ പുറത്ത് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ, ദുഃഖപൂർണമായ അവസ്ഥയാണ് ഞാൻ കണ്ടത്. ആ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് തന്നെ വളരെ തുച്ഛമായ വഴിപാടുകൾ വെക്കുന്ന ഒരു വഴിപാട് കൗണ്ടറും അതിനോടനുബന്ധിച്ചൊരു ബോർഡും കൊണ്ടാണ്. ആചാര്യ ശ്രീ രാജേഷ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പിറന്നാൾ സദ്യ, നൃത്തം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഡയറക്ടർ വിപിൻ ദാസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജിലൻസ് വാരാഘോഷത്തോടനുബന്ധിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് ജില്ലയിലെ +2 വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് സർക്കിൾ ഓഫീസിൽ വെച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രബന്ധരചനാ മത്സരത്തിൽ സാവിയോ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോർജി തോമസും, ഡിബേറ്റ് മത്സരത്തിൽ കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 ദേവദത്ത് ഷേണായിയും 1ാം സ്ഥാനം നേടി. സർക്കിൾ ഹെഡ് എം തോമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ആർമി ഓർഡിനൻസ് വെറ്ററൻസ് വെൽഫെയർ അസോസിയേഷന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് കെ നാണു ഉദ്ഘാടനം ചെയ്തു. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. കുടുംബസംഗമത്തിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. സെക്രട്ടറി വിശ്വനാഥൻ, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവരുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. മാനസിക ചികിത്സയും പ്രതീക്ഷകളും വെല്ലുവിളികളും സെമിനാർ കോഴിക്കോട്ട്. അഴുക്കുവെള്ളത്തിന് ശാശ്വത പരിഹാരവുമായി സ്കൂൾ കുട്ടികൾ. മലിനജലം വീണ്ടും ഉപയോഗപ്പെടുത്താൻ പദ്ധതിയുമായി 5-അംഗ സംഘം. ലോട്ടറി വിറ്റുവരവിന്റെ 50% തുക സമ്മാനമായി നൽകണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.